എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചന്ദ്രലേഖയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിന് തനതായ നിരവധി വിഭവങ്ങളുണ്ട്. ഇതിൽ കുറച്ച് വിഭവങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ചന്ദ്രലേഖയിലൂടെ. ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഉണ്ടാക്കുന്നത് പഞ്ചസാര ഉപ്പേരി എന്നാണ് പറയുന്നത്. പഞ്ചസാര ഉപ്പേരി. ഇത് അമ്മിണി അമ്മുമ്മ. നമ്മളിന്ന് നെല്ലിക്ക കറിയാണ് അല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉയരുന്ന ഒരു ആശങ്കയാണ് ഈവനിങ് സ്നാക്ക് എന്ത് തയ്യാറാക്കാമെന്നത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് പുതുമയാർന്ന എന്ത് ഈവനിങ് സ്നാക്ക് കൊടുക്കാമെന്നതാണ് അവരെ കുഴപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ചന്ദ്രലേഖയിലൂടെ കാണാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുര പലഹാരമാണ്, ഒരു 4 മണി പലഹാരമാണ്, ഒരു നാടൻ പലഹാരമാണ്. ഇത് ഉണ്ടാക്കാൻ നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് മിനിച്ചേച്ചിയാണ്. തികച്ചും നാടനായിട്ടുള്ള ഒരു മധുര പലഹാരം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മിനിച്ചേച്ചിയോട് തന്നെ ചോദിക്കാം. നമസ്കാരം മിനിച്ചേച്ചി. ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഉണ്ടാക്കുന്നത് പഞ്ചസാര ഉപ്പേരി എന്നാണ് പറയുന്നത്. പഞ്ചസാര ഉപ്പേരി ഞാൻ കേട്ടിട്ടില്ല. മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. മിക്കവാറും ഒരു 4 മണി പലഹാരം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതായിരിക്കും. എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്? അതിന് വേണ്ട സാധനങ്ങൾ മൈദ, പഞ്ചസാര, ഏലക്കായും പഞ്ചസാരയും പൊടിച്ചെടുത്തത്, നെയ്യ്, വെള്ളം, കുറച്ച് ഉപ്പ്, അത് വറക്കാനുള്ള എണ്ണ. ഇത്രയും സാധനങ്ങൾ മതി. വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ചെയ്യേണ്ടത് ആദ്യം 1 കപ്പ് മൈദ, അതിൻ്റെ കൂടെ ഒരു 5 സ്പൂൺ നെയ്യ്, നല്ല നെയ്യ്, ഒരു പിഞ്ച് ഉപ്പ്, ഇതെല്ലാം കൂടി കുഴച്ച് നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ച് വെക്കണം. അത് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഈ പരുവത്തിൽ അത് കുഴച്ച് വെക്കണം. ഇതിപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞു. അത് കുഴച്ച ഉടനെ തന്നെ ഉണ്ടാക്കാം. ചെറിയ ഒരു ഉരുളയാക്കിയിട്ട് നമ്മൾ അത് പരത്തുന്നു, ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് പരത്തി കഴിഞ്ഞിട്ട് നമ്മളത് എണ്ണയിൽ ചൂടാക്കണം, വറുത്തെടുക്കണം. അതിന് നമ്മൾ റിഫൈൻഡ് ഓയിലോ എന്ത് എണ്ണയാണ് കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ചൂടാക്കണം. അപ്പോൾ അതിപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചേക്കാം. ചൂടാക്കിയ ഇത് പരത്തിയെടുക്കുമ്പോഴത്തേക്കും എണ്ണ ചൂടായി വരും. ഇതിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ റിഫൈൻഡ് ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഏതാന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ. സാധാരണ ഇങ്ങനത്തെ പലഹാരങ്ങൾക്കൊക്കെ ശരിക്കും റിഫൈൻഡ് ഓയിലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതിപ്പോൾ ഏത് ഷേപ്പിൽ പരത്തിയാണോ? ഇത് പരത്തിയിട്ട് നമ്മളത് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് ഷേപ്പിലാണ് എടുക്കുക? ഡയമണ്ട് പോലെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഷേപ്പാക്കാൻ ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കും. ഓക്കെ, ആ ഒരു പാകം കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ കട്ടിയിൽ നമുക്ക് കിട്ടൂല തോന്നുന്നു. ഇല്ല, അത് അധികം വെള്ളമായാലും ശരിയാവില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ അത് കട്ട് ചെയ്യും. ചെറിയ ഡയമണ്ട് കട്ട് പോലെയോ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. നമ്മൾ ചൂടായോ നോക്കാം. ഒരു ചെറിയൊരു കഷ്ണം ഇട്ട് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെ ചൂടായിട്ടുണ്ടോ. ഓക്കെ, ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് ഇതിലേക്ക് ഇടാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അല്ലേ? എണ്ണ ചൂടായിരിക്കണം നല്ലോണം. ഉപ്പേരി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ കായ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു സംഭവമായിരിക്കുന്നു. ഇത് ശരിക്കും അത് തന്നെയാണോ പേരെന്നറിയില്ല. ഞങ്ങൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊരു പേരായി പോയി. പഞ്ചസാര ഉപ്പേരി അല്ലേ? ഇതെന്തുകൊണ്ട് ഇതിന് പഞ്ചസാര ഉപ്പേരി എന്ന് പറയുന്നത്? ഇത് ആക്ച്വലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചസാര പാവ് കാച്ചി അതിലിടും. പഞ്ചസാരയുടെ പാവ് കാച്ചിട്ട് അതിലിടും. അപ്പോൾ സ്വീറ്റും ആവും. അതുകൊണ്ടാണ് ഇതിന് പഞ്ചസാര ഉപ്പേരി എന്ന് പറയുന്നത്. ഇത് എടുക്കാൻ കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ ആവണം അല്ലേ?
പഞ്ചസാര പാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ? പഞ്ചസാര പാവ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഇതിപ്പോൾ 1 കപ്പ് മൈദയാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുക്കുക. അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഒരു നൂൽ പാകം എന്ന് പറയും. ഒഴിക്കുമ്പോൾ ഒരു നൂലായിട്ട് ഇങ്ങനെ വരും. അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ അതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് അത് ഇളക്കി കഴിഞ്ഞ് ഈ വറുത്തത് അതിലേക്ക് ഇടും. മതിയോ? കുറച്ചും കൂടി ബ്രൗൺ ആവണോ? ശരിക്കും ആക്ച്വലി കുറച്ചുകൂടി ഒരു ബ്രൗൺ ആയാൽ നല്ലായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആയിക്കോളാം. നല്ല ഫ്രൈൻ്റെ ഒക്കെ സ്മെൽ. ഇത് ശരിക്കും ചൂടാവണോ? ഇത് ചൂടായിട്ട് ഒരു മിനിറ്റ് കൂടി ആകുമ്പോഴത്തേക്കും നമ്മളാവും. ആവുമല്ലേ? ആയിട്ടാവും. പക്ഷെ ഫുൾ നന്നായിട്ട് ഇതായി കഴിഞ്ഞു. ഇതിങ്ങനെ ത്രെഡായിട്ട് ഇങ്ങനെ നിൽക്കണം. അതിന്ന് വീഴുന്നത് ഒരു ത്രെഡായിട്ട് നിൽക്കണം. അതാണ് അതിൻ്റെ പാകം. മുഴുവൻ ഇടാൻ പാടില്ല. ആയി തുടങ്ങി. ഒരു ത്രെഡ് പോലെ ഇങ്ങനെ നിൽക്കുന്നതാണല്ലേ. ഇതാണ് അതിൻ്റെ പാകം. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിൽ ഏലക്കായ പൊടി ഇടും. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു 1.5 സ്പൂൺ ഇട്ടാൽ മതിയാവും. ഇനി നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ച് ഇതങ്ങ് ഇടുന്നു. മുഴുവൻ ഇട്ടണം. നമ്മൾ ആ മുഴുവൻ കുഴച്ച് വെച്ചതിന് വേണ്ടിയുള്ളതാണ് എടുത്തത്. പഞ്ചസാരപ്പാവ് അത്രയുണ്ട്. അപ്പോൾ അധികം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത്രയായി, എല്ലാത്തിലും ആയി. നമ്മൾ പഞ്ചസാരപ്പാവ് കുറച്ച് കൂടുതലുണ്ട് അതിൽ. നമ്മൾ കുഴച്ച് വെച്ചതിന് മുഴുവനുള്ള പഞ്ചസാരപ്പാവാണ് എടുത്തത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ചാൽ അതെല്ലാം ഉണങ്ങി ഇതായിക്കോളും. അല്ല, ഇനി അത് ഡ്രൈ ആയിക്കോളും. പിന്നെ ഇത് പ്രിസർവേറ്റീവ്സിനൊന്നും നമ്മൾ ആഡ് ചെയ്യാനില്ല. പക്ഷേ ഇത് കുറേ കാലം 2-3 മാസം വെച്ചാൽ ഇത് ചീത്തയാവില്ല. ഉണ്ടാക്കി വെക്കാനും പറ്റും അല്ലേ? നമുക്ക് മക്കളാരെങ്കിലും പുറത്തെവിടെയെങ്കിലും പോകണമെങ്കിലും ഒക്കെ കൊടുത്തയക്കാവുന്ന പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പം അമ്മമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മക്കൾക്ക് പിക്കിളൊക്കെ കൊടുത്തു വിടുന്ന കൂട്ടത്തിൽ ഇതും കൊടുത്തു വിടാൻ പറ്റും എന്നാണ് നമ്മുടെ മിൻചേച്ചി പറയുന്നത്. അപ്പോൾ ഇത് തണുത്തോ? കഴിച്ചു നോക്കണം. നോക്കുക തണുത്തില്ലേന്ന്. തണുത്തു. നല്ല ക്രിസ്പാണ്, നല്ല സ്വീറ്റാണ്, നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പഞ്ചസാര ഉപ്പേരി നമുക്ക് ഉണ്ടാക്കി തന്നത് മിൻചേച്ചിയാണ്. താങ്ക് യു സോ മച്ച്. മധുരമുള്ള ഭക്ഷണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ അധികമായാൽ അമൃതും വിഷമാകും എന്ന് പറയുന്നത് പോലെ മധുരം അധികം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. എന്നാൽ അതൊരു ഹെൽത്തി വിഭവമാണെങ്കിലോ? ഇത്തരത്തിലൊരു വിഭവമാണ് ചന്ദ്രലേഖയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും ചന്ദ്രലേഖയുടെ ഓണം സ്പെഷ്യൽ കുക്കറി സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ക്ഷേത്രങ്ങൾ ഭഗവാന് നിവേദിക്കുന്നതും എന്നാൽ കുട്ടികൾക്ക് വളരെ പ്രിയങ്കരവുമായ ഒരു വിഭവമാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്, ത്രിമധുരം. ത്രിമധുരം നമുക്കായി ഇവിടെ ഉണ്ടാക്കാനായി എത്തിയിരിക്കുന്നത് രമ്യയാണ്. നമുക്ക് രമ്യയെ പരിചയപ്പെടാം. ഹായ് രമ്യ. ഹായ്. ത്രിമധുരമാണല്ലോ ഇന്നത്തെ ഡിഷ്. അതെ. എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം? ശർക്കര, ഓക്കെ, ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞത്, പിന്നെ തേങ്ങ ഗ്രേറ്റ് ചെയ്തത്, മലര്, പിന്നെ നെയ്യ്, ആവശ്യത്തിന് വെള്ളം. ഓക്കെ. ത്രിമധുരത്തിൽ പക്ഷേ മൂന്ന് മധുരങ്ങളും പിന്നെ കൂടാണ്ട് മലരും നെയ്യും അല്ലേ? അതെ. ശരി, അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ശർക്കര പാവ് ഉണ്ടാക്കാം. എത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വരും? 1/4 ഗ്ലാസ് വെള്ളം. 1/4 ഗ്ലാസ് വെള്ളം. വെള്ള ശർക്കരയാണല്ലോ ഇതിന് വേണ്ടി? വെള്ള ശർക്കരയാണ് ഉപയോഗിക്കുന്നത്.
ശർക്കര ഉരുകണം, നന്നായിട്ട് ഉരുകണം. ഇത് പക്ഷേ ഒരു ദിവസമൊക്കെ മാക്സിമം ഇരിക്കുള്ളൂ അല്ലേ? യൂഷ്വലി നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കുമല്ലോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ശർക്കര മുഴുവനായിട്ട് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഇത്രയും സമയത്തിൻ്റെ ആവശ്യമില്ല. ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം മതി. ജസ്റ്റ് ഒന്ന് പാനിയാകാനുള്ളൊരു സമയം മാത്രം മതി അല്ലേ? അതെ. എല്ലാ സൈഡും ഒരുപോലെ ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അതെ, അത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. രമ്യയുടെ ഫേവറേറ്റ് ഡിഷാണല്ലേ ത്രിമധുരം? അതെ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ശർക്കര നന്നായിട്ട് ഉരുകി നല്ല പാനിയായി. ഈ ഒരു ഫോമിലേക്ക് ശർക്കര എത്തിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാണ്. നന്നായി ഇളക്കി കൊടുക്കണം അല്ലേ? അതെ. നന്നായി ഉരുകി നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം അത് ഓഫ് ചെയ്യാം. നല്ലൊരു പായസത്തിൻ്റെ മണം ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം പാകമായി അല്ലേ? ഏകദേശം പാകമായി. ഇനി നമുക്കതിലേക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യാം. എത്ര സ്പൂൺ വേണ്ടി വരും? ഒരു ഹാഫ് ബൗൾ. ശർക്കര ഉരുക്കിയതിന് ശേഷം അതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിനുശേഷം അതിലേക്കൊരു ഹാഫ് ബൗൾ തേങ്ങ ചിരകിയത്. ഇത് നന്നായി ഇളക്കുക. തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായി മിക്സ് ചെയ്ത് ഓഫ് ചെയ്യുക. ഇനി ഇത് കുറച്ച് നേരം തണുക്കാനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് തണുക്കും. അതിനുശേഷം പഴവും മലരും ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാവും അതിൽ ചേർത്തിരുന്ന തേങ്ങയും നന്നായിട്ട് തണുത്തു. അതിലേക്ക് ഇനി നമുക്ക് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ച പഴം ആഡ് ചെയ്യാം. ഇത് ശർക്കര ഇത് തണുക്കണം എന്നുണ്ടോ രമ്യ? തണുക്കണം എന്നുണ്ട്, ഇല്ലെങ്കിൽ അത് പഴം നന്നായിട്ട് വെന്ത് പോകും അതിൽ. അതെ, അത് കാരണമാണ് നമ്മൾ ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണത്. പഴത്തിന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ജനറസ് ആവാം, കാരണം അത് നല്ലൊരു ഫ്ലേവറാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് പഴം ആഡ് ചെയ്യാന്നാണ് രമ്യ പറയുന്നത്. അതിലേക്ക് അല്പം മലരല്ലേ? അതെ, മലർ ആഡ് ചെയ്യാം. നന്നായി ഇളക്കുക. ശരി. മലരൊക്കെ കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുക വളരെ ചുരുക്കമാണ്. അതെ, ഇത് നിവേദ്യത്തിനായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മലറിൻ്റെ പ്രാധാന്യം. അല്ല, എന്നാലും ഇത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നന്നായി ചേർത്ത് കഴിഞ്ഞാൽ ത്രിമധുരം തയ്യാർ. മലനൊരു പ്രത്യേക ഗന്ധമാണ്, മറ്റുള്ള ഫുഡ് ഐറ്റംസിൻ്റെ പോലല്ല. അപ്പോൾ നമ്മുടെ ത്രിമധുരം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ നല്ലൊരു ഡിഷാണ്. ശർക്കരയും പഴവും മലരും നെയ്യും ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയാണിത്. സ്വാദിഷ്ടമായ ത്രിമധുരം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് അമ്പലങ്ങളിൽ നിന്ന് മാത്രം അല്ല, ഇപ്പോൾ വീട്ടിലും നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. രമ്യ, താങ്ക്സ് ഇങ്ങനൊരു നല്ല ഡിഷ് പരിചയപ്പെടുത്തി തന്നതിൽ. ഇത് അമ്മിണി അമ്മുമ്മ.
നമ്മളിന്ന് നെല്ലിക്ക കറിയാണ് അല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. ഊണിൽ പ്രധാനമായും ഇടം പിടിക്കുന്ന ഒരു വിഭവമാണ് അച്ചാർ. പ്രത്യേകിച്ച് സദ്യകളിലൊക്കെ അത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു വിഭവം തന്നെയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ അച്ചാർ തയ്യാറാക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് കടകളിൽ നിന്ന് പൊടി വാങ്ങുന്നു, വീട്ടിൽ തയ്യാറാക്കുന്നു. അവിടെ സമയലാഭം ഉണ്ടാകുമെങ്കിലും പണ്ടുകാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ അച്ചാറിൻ്റെ ഒരു രുചി കിട്ടില്ല. ഇന്ന് നമ്മൾ ചന്ദ്രലേഖയിലൂടെ കാണാൻ പോകുന്നത് പണ്ടത്തെ നമ്മുടെ മുത്തശ്ശിമാർ എങ്ങനെയാണോ അച്ചാർ തയ്യാറാക്കിയത് അതേ രുചിക്കൂട്ടുകൾ ഉപയോഗിച്ച് ഒരു മുത്തശ്ശി നമുക്കായി ചന്ദ്രലേഖയിലൂടെ അച്ചാർ തയ്യാറാക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ചന്ദ്രലേഖയുടെ ഓണ സ്പെഷ്യൽ കുക്കറി സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഓണസദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് അച്ചാറുകൾ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതും സ്വാദിഷ്ടമായ ഒരു അച്ചാറാണ് നെല്ലിക്ക അച്ചാർ. പ്രിസർവേറ്റീവ്സും കളറും ഒന്നും ചേർക്കാത്ത നാവിൽ രുചിയൂറുന്ന അച്ചാറുകൾ നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് പണ്ട് ഉണ്ടാക്കി തന്നിരുന്നു. ഇന്നും നമുക്കൊരു മുത്തശ്ശിയാണ് ഇവിടെ നമ്മുടെ കറി പരിചയപ്പെടുത്തുന്നത്. നമുക്ക് മുത്തശ്ശി ഒന്ന് പരിചയപ്പെടാം. ഇത് അമ്മിണി അമ്മുമ്മ. നമ്മളിന്ന് നെല്ലിക്ക കറിയാണ് അല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മുമ്മ ഒന്ന് പരിചയപ്പെടുത്തോ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന്? ഇത് നെല്ലിക്ക പച്ച വേവിക്കാത്ത. ശരി. ഇത് വേവിച്ച്. ഇതാണ് ഇത് നെല്ലിക്ക ഉരുകളഞ്ഞ. ഇത് കടുക്, പിന്നെ ഉഴുന്ന് പരിപ്പ്, കായപ്പൊടി, ശരി, പിന്നെ ഉലുവപ്പൊടി, ഉലുവ, മുളക് പൊടി, കറിവേപ്പില. ശരി. നമ്മൾ നേരത്തെ തന്നെ നെല്ലിക്ക ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉപ്പ് തിരുമ്മി വെക്കട്ടെ. ഓ ശരി. നെല്ലിക്ക ഉപ്പ് തിരുമ്മി എത്ര നേരം വെക്കണം? ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ്. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, വറുത്തിടാന്ന് പറയും. ഉണ്ടാക്കാൻ തുടങ്ങാമല്ലോ അല്ലേ? ആദ്യം എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കുക. നല്ല എണ്ണയാണ് അല്ലേ? നല്ലെണ്ണ. വെളിച്ചെണ്ണ ഒഴിച്ചാൽ? വെളിച്ചെണ്ണ വെച്ചാൽ ചിലപ്പോൾ കാറിലൊക്കെ ഒന്നും വരും. ഇതാകുമ്പോൾ പൂപ്പലൊന്നും വരില്ല. ശരി. കടുക്. എണ്ണ ചൂടായി അതിലേക്ക് കടുകും വറ്റൽമുളകും. അതെ, വറ്റൽമുളക്, കുറച്ച് ഉലുവ, ഉഴുന്ന് പരിപ്പ്, പിന്നെ ഈ മുളകും ഉലുവയും ഒക്കെ വറുത്തതാണ്, വറുത്ത് പൊടിച്ചതാണ്. അതെ അതെ അതെ. മുളക്, ഉലുവ, കായം ഒക്കെ വറുത്ത്. ഉലുവയും മുളകും എല്ലാം നമ്മൾ എണ്ണയിൽ തന്നെ വറുത്ത് പൊടിക്കണമെന്നാണ് അമ്മൂമ്മ പറയുന്നത്. ഏകദേശം മൂത്ത് വരുന്നുണ്ട്. പൊട്ടിലോ. ഓക്കെ. ഇനി കറിവേപ്പില. കടുകും ഉഴുന്നുപരിപ്പും പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടുക. അതൊരു ബ്രൗൺ നിറം ആയതിനു ശേഷം നമുക്ക് ഇവിടെ പുഴുങ്ങി പൊളിച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിലേക്ക് ഇടാം. നന്നായി ഇളക്കി കൊടുക്കുക അല്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ ഇടാം. പൊടികളെല്ലാം മുളക് പൊടി ഒരു എത്ര സ്പൂൺ വേണം? 2 സ്പൂൺ. 2 സ്പൂൺ. ഉലുവ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നത് അതും ഒരു 1/2 ടീസ്പൂൺ. കായപ്പൊടിയല്ലേ ഇത്? അതിലേക്ക് ലേശം കായപ്പൊടി. ഉലുവപ്പൊടിയാണ്. ഉലുവ. അപ്പോൾ അത് യോജിക്കാൻ വരെ. അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ ഉലുവപ്പൊടിയാണ്. അതെ. ആരും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അച്ചാറുകൾ ഉണ്ടാക്കാറില്ല. എല്ലാവരും പാക്കറ്റിലും വളരെ എളുപ്പത്തിൽ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. പക്ഷെ വളരെ നമ്മുടെ ശരീരത്തിനും ഒക്കെ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അച്ചാറാണ്. കാരണം ഒരു ആർട്ടിഫിഷ്യൽ ഒന്നും ചേരുന്നില്ല അതിനകത്ത്. ഇവിടെ തന്നെ നാടൻ നെല്ലിക്ക അച്ചാർ അമ്മൂമ്മ നമുക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അതിനൊന്ന് രുചിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ.
നെല്ലിക്കയുടെ ഒരു രുചിയും പോയിട്ടില്ല. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പം നമ്മൾ ഇപ്പം അച്ചാർ മാങ്ങയാണെങ്കിലും നാരങ്ങയാണെങ്കിലും മാങ്ങയുടെയും നാരങ്ങയുടെയും അല്ലെങ്കിൽ നെല്ലിക്കയുടെയും സ്വാദിനേക്കാൾ ഇറച്ചി നിൽക്കുന്ന വേറെ മറ്റു പലതിൻ്റെയും സ്വാദായിരിക്കും. ഇതങ്ങനെയൊന്നുമില്ല. നമ്മളിട്ട ഇൻഗ്രീഡിയൻസിൻ്റെയും അതുപോലെ നെല്ലിക്കയുടെയും രുചി മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. വളരെ നന്നായിട്ടുണ്ട് അമ്മൂമ്മ, നന്നായിട്ടുണ്ട്. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പുതുമയാർന്ന കാഴ്ചകളും വിശേഷങ്ങളുമായി ചന്ദ്രലേഖയുടെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം.